ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹറിനെ പിടിച്ച് അന്ന് താരേനെ വണ്ടി കയറ്റിക്കൊണ്ടുപോയ CCTV വിഷ്വൽസ് കിരണിൻ്റെ വീട്ടിൽ നിന്നുള്ള CCTV വിഷ്വൽസ് കാണിക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുക, നിനക്ക് ഇപ്പം എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടിയിട്ട് കിരണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനോഹർ അവിടെ നിന്ന് ഓടുവാണ് കേട്ടോ. ഓടി അടുത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ്റെ ബിൽഡിങ്ങിൽ ചെന്ന് ഒളിക്കുവാണ്. കിരൺ അവിടെയൊക്കെ തപ്പുന്നുണ്ടെങ്കിലും മനോഹറിനെ കാണുന്നില്ല. അവസാനം മടുത്ത് കഴിയുമ്പോൾ കിരൺ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ കിരൺ പോയി എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ പയ്യെ മനോഹറും പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പുറത്തിറങ്ങുന്ന മനോഹറിനെ കിരൺ അവിടെ വെച്ച് പിടിക്കുവാണ് കേട്ടോ. എന്നിട്ട് പൊതിനെ തല്ലുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറേ തല്ല് കിട്ടി കഴിയുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, ഇനി എന്നെ തല്ലല്ലേ സാറേ, ഞാൻ ചത്തുപോകും, നടന്നത് എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ്, താര അവിടെ കാണാൻ വന്നപ്പം ശാരി തള്ളിയിട്ടതാണെന്നും തലയിടിച്ചതാണെന്നും അത് കഴിഞ്ഞ് രാത്രിയിലാണ് മനോഹർ അറിഞ്ഞതെന്നുള്ള കാര്യവും മനോഹർ പിടിച്ചു നോക്കി പൾസില്ല എന്നും പറഞ്ഞാണ് അവിടെ കൊണ്ട് ഇട്ടത് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന കിരണിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ പിന്നെയും തല്ലുവാണ് കേട്ടോ. കുറേ തല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ശാരീനെ വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയണം, എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണം, ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരണം എന്നൊക്കെ പറയുവാണ്. ശാരി അങ്ങനെ ഓടിപ്പിഴച്ച് കിരൺ പറഞ്ഞ സ്ഥലത്ത് വന്ന് വെയിറ്റ് ചെയ്യുവാണ്. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ കിരൺ സ്പീഡിൽ വണ്ടി ഓടിച്ച് വന്ന് പാർക്ക് ചെയ്തിട്ട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഉത്രാടത്തിനന്ന് താരേൻ്റെ വീട്ടിൽ വന്ന കാര്യമോ സാരി കൊടുക്കാൻ വേണ്ടി വന്ന കാര്യമോ ഒന്നും അറിയില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ ശാരി ആകെ ഇങ്ങനെ പതുങ്ങി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും കിരൺ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നൊരു ക്യാമറ വെച്ചിട്ടുണ്ട് CCTV, അത് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലോട്ടാണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ പോയേക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയുമോ? ആ ക്യാമറ കണ്ണുകൾ എന്തായാലും കള്ളം പറയുമല്ലോ. പിന്നെ മനോഹറിനോട് ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞപ്പം അവനുമുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് ശാരി പറയുവാണ്, എൻ്റെ പൊന്നുമോനെ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പിന്നെ മനുമോനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും കിരൺ പറയുവാണ്, മനുമോൻ അവനൊരു ക്രിമിനലായെന്ന് പറയുമ്പോഴത്തേക്കും ശാരി പറയുവാണ്, ക്രിമിനലായിട്ട് ഒരുത്തൻ വേറെ വീട്ടിലുണ്ടല്ലോ മോനെ, അങ്ങേരെ മോന് ആ മൈതാനം പോലുള്ള ശരീരത്ത് മോനെ അടിക്കോ ഇടിക്കോ കൊല്ലുവോ എന്താന്ന് വെച്ചോ ചെയ്തു, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എത്രയാന്ന് പറഞ്ഞാലും എൻ്റെ മകളായിട്ടാണല്ലോ അവൾ ജീവിക്കുന്നത്. പെട്ടെന്ന് താര കയറി വന്നപ്പോഴേക്കും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവൻ ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ വഴക്കായി, ഞാൻ അറിയാണ്ട് പിടിച്ച് തള്ളിയതാണ്, വേണമെന്ന് വെച്ച് ചെയ്തതല്ല എന്നൊക്കെ ശാരി പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയുകയാണ്, ക്രിമിനൽ ആരാ എന്താണെന്നൊക്കെ നിങ്ങൾ പിന്നെ അറിഞ്ഞോളും, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറേ നിങ്ങളുടെ മരുമോൻ നല്ലൊരു പരുവത്തിൽ കിടപ്പുണ്ട്, ചെന്ന് എടുത്തോളാൻ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാരി ആകെ വിഷമിച്ച് നിൽക്കുവാണ്. ദേഷ്യവും കലിയും അടക്കാൻ പറ്റാതെ കിരൺ അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ശാരി ഇങ്ങനെ വണ്ടിക്ക് പോകുന്ന സമയത്ത് മനോഹർ ഇടിയൊക്കെ കൊണ്ട് ഒരു സൈഡിൽ കൂടെ വലിഞ്ഞഴിഞ്ഞ് നടന്നു വരുന്ന കാണുവാണ്. പെട്ടെന്ന് വണ്ടി നിർത്തി ക്രോസ് ചെയ്ത് മോനെ മനുമോനെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് മനോഹർ പറയാണ്, എല്ലാം പറയേണ്ട വന്ന അമ്മേ, അറിയാണ്ട് പറ്റിപ്പോയതാ എന്നൊക്കെ പറയുമ്പോഴേക്കും ശാരി പറയാണ്, അതൊന്നും ഒരു കുഴപ്പമില്ല, എന്നാലും എൻ്റെ മോനെ ഈ അവസ്ഥയാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിലെടുത്തിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്നിറങ്ങുമ്പോഴത്തേക്കും ശാരി പറയുന്നുണ്ട്, എൻ്റെ സ്വത്തും സ്വർണവും പണവും ഒക്കെ എൻ്റെ മോനുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ ദൈവങ്ങൾ പോലും എന്നോട് പൊറുക്കുകയില്ല, ഇങ്ങനെ സ്വന്തം മക്കൾ പോലും ഇപ്പം കാരണവന്മാർക്ക് വേണ്ടി ചെയ്യുവേല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഇടികൊണ്ട് ചതഞ്ഞ വരുന്ന മനോഹറിനെ കണ്ട് സാരി അന്തം വിട്ട്, അയ്യോ മനുവേട്ടാ ഇതെന്താ പറ്റിയെന്ന് ചോദിച്ച് ഓടി ചെല്ലുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശാരിയെ കണ്ണടച്ച് കാണിക്കുവാണ് മനോഹർ, ഒന്നും പറയണ്ടെന്നുള്ള രീതിയിൽ. മനു പറയുകയാണ്, കുറേ ഗുണ്ടകൾ അടിച്ചതാ മോളൂ എന്ന് പറയുമ്പോൾ ശാരി പറയുക, ആ അടിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ് കാറിലിട്ടേക്കുവാന്ന്, ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വരുവാ ചെയ്തതെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സരി പറയുകയാണ് ദേഷ്യം വന്നിട്ട്, ഇതൊക്കെ ചന്ദ്രസേനൻ്റെ ആൾക്കാരായിരിക്കും, എന്നാലും എൻ്റെ മനുവേട്ട ഇതെന്തു കോലോ, അങ്ങ് വാ ഞാൻ പിടിക്കാമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ മനോഹർ പറയുന്നുണ്ട്, മോള് പിടിക്കേണ്ട, ഈ വയറ് വെച്ച് നീ എങ്ങനെ പിടിക്കാനാന്ന് ചോദിക്കുമ്പോഴേക്കും വാ എന്ന് പറഞ്ഞ് പോയി ചൂടൊക്കെ പിടിച്ചു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ആവിയൊക്കെ പിടിച്ചു മനു ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ സരി പറയാം, ഇതാ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോയാൽ മതിയെന്ന്. എനിക്കൊന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ മനോഹർ പറയണം, പോവാൻ മോളൂ, ഇത്രയും നാളായിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടി, ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് വേണ്ടിയല്ലേ കാത്തിരുന്നേ, ഇനിയിപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോയേക്കാം, അല്ലെങ്കിൽ തീരെ ശരിയാവുകയില്ല എന്നൊക്കെ പറയുവാണ്. ഇതെല്ലാം ശാരി പുറത്തുനിന്ന് മറിഞ്ഞ് കേൾക്കുവാണ് കേട്ടോ. അപ്പോൾ ശാരി ചിന്തിക്കുവാണ്, അവൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ കുഞ്ഞ് ഇത്രയും അടിയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്നോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുവാണ്. അതേസമയത്ത് സരി പറയാണ്, ആ കല്യാണി ഇന്നല്ലേ സമ്മാനവും മേടിച്ചുകൊണ്ട് വരുന്നത്, അവളുടെ ഫ്ലൈറ്റ് ആകാശത്ത് വെച്ചെങ്ങാനും പൊട്ടിത്തെറിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാഗിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെയും ചൂട് പിടിച്ചു കൊടുക്കുവാണ് കേട്ടോ മനോഹറിന്. ഇതെല്ലാം കേട്ടും കണ്ടും വിഷമിച്ച ശാരി ഇങ്ങനെ നിന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പയ്യെ ഫ്രണ്ടിലോട്ട് ചെല്ലുവാണ്. വീണ്ടും മുറ്റത്ത് ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും കിരൺ വളരെ ദേഷ്യത്തിൽ കാർ ഓടിച്ചു വന്ന് വീണ്ടും മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് കാറിൽ നിന്ന് പയ്യെ ഇറങ്ങി വരുവാണ് കേട്ടോ.
ഇത് കണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് നമ്മുടെ ശാരി. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുക, എൻ്റെ ദൈവമേ, ഇവൻ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? ഇനി ഇവൻ എന്തോ ഉദ്ദേശിച്ചാണോ ഈ വരുന്നത്? എല്ലാവരും എല്ലാം അറിയുമോ എന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ. അതേ സമയത്ത് വളരെ ദേഷ്യത്തിൽ എല്ലാവരോടും ഭയങ്കര കലിപ്പിൽ വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്ന കിരണിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്